പറക്കുന്ന കാറുകൾ സ്വപ്നമോ ഭ്രാന്തോ സെൻസേഷനോ അല്ല. ഇന്ന് ഈ ദിവസം ദുബായിലും ലോസ് ഏഞ്ചൽസിലും യാത്രക്കാരെ കയറ്റി കാറുകൾ പറക്കുന്നുണ്ട്. ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി എത്തുന്നു. ബോയിങ്ങും എയർബസും ഹ്യുണ്ടായിയും ടൊയോട്ടയും പറക്കുന്ന കാറുകൾക്കായി ഗവേഷണത്തിലാണ്. നാസ 15 വർഷത്തിനിടെ 4ഓളം പറക്കുന്ന കാറുകൾ ഉണ്ടാക്കി. ന്യൂയോർക്കിലും സിംഗപ്പൂരിലുമെല്ലാം പറക്കും കാറുകളുടെ മിനി എയർപോർട്ടായ വേർട്ടിപോർട്ടുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാവുന്നു. മനുഷ്യന്റെ 500 വർഷം പഴക്കമുള്ളൊരു സ്വപ്നമാണ് പറക്കുന്ന കാറുകൾ. നമ്മുടെ കാലഘട്ടത്തിൽ ഫ്ലൈയിങ് കാർസ് യാഥാർത്ഥ്യമാകുമോ? അതറിയാൻ അവ ഇത്രയും കാലം പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയണം. പറക്കുന്ന കാറുകൾ ഇലക്ട്രിക് മോട്ടോറുകളും ബാറ്ററികളും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും ചേർന്ന പുതുപുത്തൻ ആശയമല്ല. ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നോ ടെക് സ്റ്റാർട്ടപ്പുകളിൽ നിന്നോ ഉണ്ടായ ഒരു ആധുനിക ഭ്രമവുമല്ല. സത്യത്തിൽ റോഡിൽ ഓടുന്ന കാറുകളെക്കാൾ ആദ്യം മനുഷ്യൻ ചിന്തിച്ചത് പറക്കുന്ന കാറുകളെക്കുറിച്ചായിരുന്നു. അത് തുടങ്ങിയത് സാക്ഷാൽ ലിയനാർഡോ ഡാവിഞ്ചിയും. 1485 ലിയനാർഡോ ഡാവിഞ്ചി പറക്കുന്ന വാഹനങ്ങളുടെ ഒന്നിലേറെ ഡിസൈനുകൾ വരച്ചു. രൂപകൽപ്പനകൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ നോട്ട്ബുക്കിൽ നിന്ന് ഒരു വർക്ക്ഷോപ്പിലേക്ക് സഞ്ചരിച്ചില്ല. എന്നിട്ടും മനുഷ്യഭാവനയെ അവ എന്നേക്കുമായി മാറ്റിമറിച്ചു. പക്ഷിച്ചിറകുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഓർണിത്തോപ്റ്റേഴ്സ്, ആദ്യകാല ഹെലികോപ്റ്ററുകളോട് സാമ്യമുള്ള ഏരിയൽ സ്ക്രൂസ്, വായുപ്രവാഹങ്ങളിൽ സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്ത ഗ്ലൈഡേഴ്സ് എന്നിവയെല്ലാം ഡാവിഞ്ചിയുടെ ഡിസൈനിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫ്ലൈയിങ് കാറല്ല ഡിസൈൻ ചെയ്തത്, കാരണം അന്ന് കാറുകളെ നിലവിലില്ല. അതിലും വലിയൊരു കാര്യമാണ് ഡാവിഞ്ചി അന്ന് പൂർത്തിയാക്കിയത്. മനുഷ്യന്റെ സഞ്ചാരം ഭൂമിയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ആദ്യം ഉയർത്തിയത് അദ്ദേഹമായിരുന്നു. ഡാവിഞ്ചിയുടെ ഡിസൈൻ ഫിസിക്സുമായി വലിയ രസത്തിലായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിൽ ഭൂമിയിൽ ഓട്ടോമോട്ടീവ് എഞ്ചിനുകളുമില്ല. നിയന്ത്രിത പറക്കലിനാവശ്യമായ പവർ ടു വെയിറ്റ് റേഷ്യോ അതുകൊണ്ട് തന്നെ സാധ്യവുമല്ല. അങ്ങനെ അടുത്ത 400 വർഷത്തേക്ക് ആ സ്വപ്നം മരിക്കാൻ കൂട്ടാകാതെ സജീവമായി കാത്തിരുന്നു. 1903 ഡിസംബർ 17-ന് റൈറ്റ് സഹോദരന്മാർ കൺട്രോൾഡ് പവേർഡ് ഫ്ലൈറ്റ് സാധ്യമാക്കി. ചരിത്രത്തിലാദ്യമായി ഒരു മനുഷ്യനിർമ്മിത യന്ത്രം സ്വന്തം കരുത്തിൽ പറന്നുയർന്നു. വായുവിൽ സ്റ്റെബിലിറ്റി നിലനിർത്തി സുരക്ഷിതമായി നിലത്തിറങ്ങി. വിമാനങ്ങൾ നിലവിൽ വന്നതോടെ മനുഷ്യർ ചോദിച്ചു തുടങ്ങി, നമുക്ക് പറക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരേ യന്ത്രം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാനും പറക്കാനും കഴിയില്ല? വെറും 10 വർഷത്തിന് ശേഷം ഒരാൾ അതിനായി ശ്രമിച്ചു. 1917 അമേരിക്കൻ ഏവിയേഷൻ പൈനിയറായ ഗ്ലെൻ കേർട്ടിസ് ആദ്യത്തെ യഥാർത്ഥ ഫ്ലൈയിങ് കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേർട്ടിസ് ഓട്ടോപ്ലെയിൻ അവതരിപ്പിച്ചു. വിചിത്ര രൂപമുള്ള ഒരു പറക്കും വാഹനം. കാറിന് സമാനമായ ഫ്യൂസലാജ്, ട്രിപ്പിൾ വിംഗ് സ്ട്രക്ചർ, പിന്നിൽ ഘടിപ്പിച്ച ഒരു എയർക്രാഫ്റ്റ് എഞ്ചിൻ എന്നിവയെല്ലാം കേർട്ടിസിന്റെ പ്രോട്ടോടൈപ്പിലുണ്ട്. റോഡിലൂടെ ഓടിക്കുക, ആവശ്യമുള്ളപ്പോൾ ചിറകുകൾ വിടർത്തി പറക്കുക, അതായിരുന്നു ഈ വിമാനത്തിന്റെ ലക്ഷ്യം. എന്നാൽ കേർട്ടിസ് നേരിട്ട യാഥാർത്ഥ്യം കഠിനമായിരുന്നു. ഓട്ടോപ്ലെയിൻ ഒരിക്കലും സ്റ്റെബിലിറ്റിയോടെ പറന്നില്ല. അത് നിലത്തുനിന്ന് ചെറിയ ചാട്ടങ്ങൾ, ഹോപ്സ് മാത്രമേ നടത്തിയുള്ളൂ. അതിന് കരുത്ത് കുറവായിരുന്നു. അനിവാര്യമായ പരാജയം സമ്മതിച്ച് കേർട്ടിസ് തൽക്കാലത്തേക്ക് പിൻവാങ്ങി. 1-ാം ലോകമഹായുദ്ധം എത്തിയതോടെ ലോകത്തിന്റെ മുൻഗണന സൈനിക വിമാനങ്ങളിലേക്ക് മാറി. കുറച്ചു വർഷങ്ങൾ പറക്കുന്ന കാറുകൾക്ക് വേണ്ടി ആരും ശ്രമിച്ചു പോലുമില്ല. പിന്നീട് 1921-ലാണ് എടുത്തു പറയേണ്ട ഒരു ശ്രമം നടന്നത്. ഫ്രഞ്ച് വൈമാനികനായ റെനെ ടാംപിയർ ഒരു കാർ ഡിസൈൻ ചെയ്തു. ഒരു സാധാരണ കാർ. അതിന്റെ വശങ്ങളിൽ ഡിറ്റാച്ചബിൾ ബൈപ്ലെയിൻ വിങ് ആൻഡ് ടെയിൽ യൂണിറ്റ് ഘടിപ്പിച്ചു. അതും പറക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ മൊഡുലാർ ഐഡിയ പിന്നീട് പലതവണ ആവർത്തിക്കപ്പെട്ടു. പറക്കലിന് വേണ്ടി റോഡിലെ പെർഫോമൻസിലോ റോഡിനു വേണ്ടി പറക്കലിലോ എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം? അതായിരുന്നു റെനയുടെ ഡിസൈനിലെ യുക്തി. രണ്ടിനെയും വേർതിരിക്കുന്നതിലൂടെ മികച്ച ഫലം ലഭിക്കുമെന്ന് ഡിസൈനർമാരും കരുതി. പക്ഷേ പ്രായോഗികമായി പ്രശ്നങ്ങൾ വർദ്ധിച്ചു. ചിറകുകൾ വേർപെടുത്തുന്നതും വശങ്ങളിൽ അപകടം സംഭവിക്കാതെ സൂക്ഷിക്കുന്നതും ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല, പറക്കാൻ വേണ്ടി അസംബിൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ വാഹനത്തിന്റെ ഭാരം കൂട്ടി. ക്രമേണ ഈ ഡിസൈനും ലോകം ഉപേക്ഷിച്ചു. 1937 വോൾഡോ വാട്ടർമാൻ അരോബയിൽ നിർമ്മിച്ചു. രസകരമായ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനായിരുന്നു ഇത്. മുൻപത്തെ പരീക്ഷണങ്ങളെക്കാൾ അത് മികച്ചിരുന്നു. ലൈറ്റ് വെയ്റ്റ് ആണ്, കൂടുതൽ എയറോഡൈനാമിക്കായ ഡിസൈനാണ്, യഥാർത്ഥ ഉപയോഗത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ചതാണ്. മുൻപത്തെ ശ്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അരോബൈൽ കൃത്യമായി പ്രവർത്തിച്ചു. ഇതിന് റോഡിലൂടെ ഓടാനും കൃത്യമായ സ്ഥിരതയോടെ പറക്കാനും കഴിഞ്ഞു. ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു. വെറുമൊരു പരീക്ഷണമല്ല, മറിച്ച് പ്രവർത്തിക്കുന്നൊരു വാഹനമായിരുന്നു അരോബൈൽ. പക്ഷേ എന്തുകൊണ്ട് ഇത് വിജയിച്ചില്ല? വിമാനങ്ങൾ സാധാരണമായതോടെ ഗവൺമെന്റുകൾ നിയമങ്ങൾ കർശനമാക്കി. ലൈസൻസ്, സർട്ടിഫിക്കേഷൻ, മെയിൻ്റനൻസ് നിയമങ്ങൾ എന്നിവ ചിലവ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും 1949 എഞ്ചിനീയറായ മോർട്ടൺ ടെയ്ലർ എയ്റോ കാർ നിർമ്മിച്ചു. ഇന്നും ഏറ്റവും വിജയകരമായ ആദ്യകാല ഫ്ലൈയിങ് കാറായി ഇതിനെ കണക്കാക്കുന്നു.
മടക്കി വയ്ക്കാവുന്ന ചിറകുകൾ, കാറിന് പിന്നിൽ ഒരു ട്രെയിലർ പോലെ കൊണ്ടുപോകാം. ഈ പറക്കും കാറിന് അമേരിക്കൻ സിവിൽ എയറോനോട്ടിക്സ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം പോലും ലഭിക്കുകയുണ്ടായി. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ റോഡ് മോഡിൽ നിന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക് മാറാൻ ഇതിന് കഴിഞ്ഞു. എന്നിട്ടും ടെയ്ലർ എയ്റോ കാർ വിപണിയിൽ പരാജയപ്പെട്ടു. ഇവ പറത്തുന്നതിന് പൈലറ്റ് ലൈസൻസ്, ഉയർന്ന പരിപാലന ചെലവ്, ചിറകുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലം എന്നിവ ആവശ്യമായിരുന്നു. മനുഷ്യർ ഒന്നുകിൽ നല്ലൊരു കാർ അല്ലെങ്കിൽ നല്ലൊരു വിമാനം മാത്രമാണ് ആഗ്രഹിച്ചത്. രണ്ടിനും പകുതി മാത്രം ഗുണമുള്ള ഒരു വാഹനം ആരും ഇഷ്ടപ്പെട്ടില്ല. പരീക്ഷണങ്ങൾ തുടരുന്നതിനിടെ 1973 പറക്കും കാർ പരീക്ഷണങ്ങളിലുണ്ടായ ഒരു അപകടം ഈ മേഖലയെ തളർത്തി. ഒരു സെസ്ന സ്കൈമാസ്റ്ററിന്റെ ചിറകുകൾ ഫോർഡ് പിൻഡോ കാറിൽ ഘടിപ്പിച്ച് നിർമ്മിച്ച AVE മിസാർ ഫ്ലൈയിങ് കാറാണ് അപകടമുണ്ടാക്കിയത്. ഇതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റിനിടെ ചിറകുകൾ ഒടിയുകയും ഡിസൈനർ കൊല്ലപ്പെടുകയും ചെയ്തു. റോഡിൽ വാഹനങ്ങളെയും വിമാനങ്ങളെയും കൂട്ടിച്ചേർക്കുന്നത് അപകടകരമാണെന്ന പൊതുവായ ചിന്ത ഇത്തരം പരീക്ഷണങ്ങൾക്ക് ക്ഷീണമായിരുന്നു. ലോകം 90കളിലേക്ക് കടന്നപ്പോഴേക്കും പറക്കും കാറുകൾ എന്നത് വെറും സയൻസ് ഫിക്ഷൻ ആയിരുന്നില്ല. അതൊരു ആവർത്തിച്ചുള്ള എഞ്ചിനീയറിംഗ് ഒബ്സഷനായി മാറി. ഏതാണ്ട് 6 നൂറ്റാണ്ടോളം കാലം ഇന്നൊവേഷൻ ലാബുകൾ കാറും വിമാനവും എന്ന തികച്ചും വ്യത്യസ്തമായ 2 യന്ത്രങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിന് പിന്നിലെ യുക്തിയും ആകർഷകമായിരുന്നു. ഒരു കാറിന് റോഡിലൂടെ ഓടാനും ആകാശത്തിലൂടെ പറക്കാനും കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്ക് ഇല്ലാതാകും, ദൂരം കുറയും, വ്യക്തി സ്വാതന്ത്ര്യം ഹൈവേകൾക്കപ്പുറത്തേക്ക് വളരും. അമേരിക്കയിൽ 1990 ഒരു കൂട്ടം എഞ്ചിനീയർമാർ സംയുക്തമായി സ്കൈ കമാൻഡർ അവതരിപ്പിച്ചു. ബോയിങ്ങിന്റെ ഫണ്ടിങ്ങും ഈ പദ്ധതിക്കുണ്ടായിരുന്നു. ഒരു കാർ പ്ലെയിൻ ഹൈബ്രിഡ് നിർമ്മിക്കാനുള്ള മറ്റൊരു ശ്രമം. ഇതിനു മുമ്പ് വന്ന പലരെയും പോലെ സ്കൈ കമാൻഡറും ഒരേ മൊഡ്യൂൾ തന്നെ പിന്തുടർന്നു. ഒരു വാഹനം, 2 മോഡുകൾ, റോഡിൽ ഓടിക്കാം, ആകാശത്ത് പറക്കാം. തിയറിയും ഡ്രോയിങ്ങുകളും ഇത് ശരിയാണെന്ന് തോന്നിപ്പിച്ചു. സ്കൈ കമാൻഡർ തിയററ്റിക്കലി ചെറിയ യാത്രകൾക്ക് കാറായും വലിയ യാത്രകൾക്കായി വിമാനമായി മാറ്റാൻ കഴിയുന്ന ഒന്നായിരുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇതിനു മുൻപ് വന്ന എല്ലാ പറക്കും കാറുകളെയും വേട്ടയാടിയ അതേ പരാജയ കാരണങ്ങൾ ഇതിനെയും ബാധിച്ചു. സുരക്ഷിതമായി പറക്കാൻ ഒരു വിമാനം ഭാരം കുറഞ്ഞതും എയറോഡൈനാമിക്കലി ക്ലീൻ ആയതും ദൃഢമായ ഘടനയുള്ളതുമായിരിക്കണം. നിയമപരമായി റോഡിലൂടെ ഓടിക്കാൻ ഒരു കാർ ക്രാഷ് സേഫ് ആയതും ഒതുക്കമുള്ളതും ഈട് നിൽക്കുന്നതും സൗകര്യപ്രദവുമായിരിക്കണം. ഈ 2 ആവശ്യങ്ങളും ഒരേ സമയം നിറവേറ്റാൻ ശ്രമിച്ചപ്പോൾ 2 ജോലികളും നന്നായി ചെയ്യാൻ കഴിയാത്ത ഒരു യന്ത്രമാണ് ലഭിച്ചത്. ഒരു വിമാനം എന്ന നിലയിൽ കാര്യക്ഷമമാകാൻ കഴിയാത്ത വിധം ഭാരമേറിയ, സങ്കീർണമായ, സാധാരണക്കാരെ ആകർഷിക്കാൻ കഴിയാത്ത വിധം വില കൂടിയ ഒന്നായിരുന്നു സ്കൈ കമാൻഡർ. മുമ്പ് വന്ന പല പ്രോട്ടോടൈപ്പുകളെയും പോലെ സ്കൈ കമാൻഡറും വികസനഘട്ടം പിന്നിട്ടില്ല, പ്രൊഡക്ഷനിലേക്ക് എത്തിയതുമില്ല. 1991 പറക്കും കാറുകളിലെ മറ്റൊരു വിപ്ലവമായിരുന്ന ജൂപ്പിറ്റർ എയർക്രാഫ്റ്റ് പേറ്റന്റ് ചെയ്യപ്പെട്ടു. റോഡബിൾ എയർക്രാഫ്റ്റ് എന്ന സങ്കല്പത്തിന്റെ മറ്റൊരു രൂപമായിരുന്നു ജൂപ്പിറ്റർ. മുൻകാല ഡിസൈനുകൾ ഉടൻ തന്നെ വിപണിയിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ജൂപ്പിറ്റർ എയർക്രാഫ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായി നിലകൊണ്ടു. ഈ വെല്ലുവിളിയുടെ ആഴം കണ്ടുപിടുത്തക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു എന്നതിന്റെ സൂചനയാണിത്. ജൂപ്പിറ്റർ എയർക്രാഫ്റ്റ് പഴയ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു. മോഡുലാർ കമ്പോണൻസ്, മെച്ചപ്പെട്ട ഫോൾഡിംഗ് മെക്കാനിസം, മികച്ച എയറോഡൈനാമിക് കോംപ്രമൈസ്, അങ്ങനെയെല്ലാം. എന്നിട്ടും ഈ ആശയം പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി. പേറ്റന്റ്സ് ആർ ചീപ്പ്, സർട്ടിഫിക്കേഷൻ ഇസ് നോട്ട് എന്നത് ഇന്നൊവേഷനിലെ കഠിനമായ യാഥാർത്ഥ്യമാണ്. നിയമപരമായി പറക്കാൻ ഒരു വിമാനം ഏവിയേഷൻ അതോറിറ്റികളെ തൃപ്തിപ്പെടുത്തണം. നിയമപരമായി ഓടിക്കാൻ അത് ഓട്ടോമോട്ടീവ് മാനദണ്ഡങ്ങൾ പാലിക്കണം. രണ്ടും കൂടി ചെയ്യണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും കർശനമായ 2 വ്യവസായ നിയമങ്ങളും ഒരേ സമയം പാലിക്കേണ്ടതുണ്ട്. ജൂപ്പിറ്റർ എയർക്രാഫ്റ്റ് ഒരിക്കലും പേറ്റന്റ് ഘട്ടം പിന്നിട്ടില്ല. എങ്കിലും 1990കളുടെ തുടക്കത്തിൽ പറക്കും കാറുകൾ വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് മരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ആശയത്തിന്റെ അതിജീവനമാണെന്ന് ജൂപ്പിറ്റർ തെളിയിച്ചു. 1990കളുടെ അവസാനമാണ് നാസ പറക്കും കാറുകളുടെ ചർച്ചകളിലേക്ക് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സ്ഥാപനമായ നാസ ഈ ആശയത്തെ ഗൗരവമായി പഠിക്കാൻ തുടങ്ങി, എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ. അവർ സ്മോൾ എയർക്രാഫ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് അഥവാ സാറ്റ്സ് എന്ന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു. ഇത് ഉപഭോക്താക്കൾക്കുള്ള ഒരു ഗാഡ്ജറ്റ് എന്ന നിലയിലുള്ള പറക്കും കാറുകളെ കുറിച്ചായിരുന്നില്ല, മറിച്ച് മൊബിലിറ്റി റീഡിഫൈൻ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അവർ കാറുകളെ വിമാനങ്ങളാക്കാനല്ല ശ്രമിച്ചത്, ചെറു വിമാനങ്ങളെ കാറുകളും കൂടിയാക്കാനാണ്. സാറ്റ്സ് ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ചെറിയ വിമാനങ്ങൾ കാറുകളെ പോലെ ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നെങ്കിൽ, വിമാനയാത്രയ്ക്ക് വലിയ വിമാനത്താവളങ്ങൾ ആവശ്യമില്ലായിരുന്നെങ്കിൽ, വ്യക്തികൾക്ക് സെമി ഓട്ടോമേറ്റഡ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ. നാസ ഹോളിവുഡ് സയൻസ് ഫിക്ഷനുകളിലെ പറക്കും കാറുകളെ തേടിയല്ല പോയത്. അവർ ഗതാഗത സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് ശ്രമിച്ചത്. അവരുടെ നിഗമനം വിപ്ലവകരമായിരുന്നു. പേഴ്സണൽ എയർ മൊബിലിറ്റിയുടെ ഭാവി പറക്കുന്ന കാറുകളിലല്ല, മറിച്ച് ഉപയോഗിക്കാൻ എളുപ്പമുള്ള വിമാനങ്ങളിൽ നിന്നാണ്. ഈ തിരിച്ചറിവാണ് പിൽക്കാലത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെയാണ് 2000 ആണ്ടിൽ eVTOLന്റെ ഉദയമുണ്ടാകുന്നത്.
ഇലക്ട്രിക്കൽ വേർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ആണ് EVTOL. EVTOL വാഹനങ്ങൾക്ക് നീളമുള്ള റൺവേകൾ ആവശ്യമില്ല. ഹെലികോപ്റ്ററുകളെ പോലെ അവയ്ക്ക് കുത്തനെ പൊങ്ങാനും ഇറങ്ങാനും കഴിയും. എന്നാൽ ഹെലികോപ്റ്ററുകളുടെ യാന്ത്രിക സങ്കീർണതയോ ശബ്ദമോ ഇവയ്ക്കില്ല. കാരണം ഇവ ഇലക്ട്രിക് ആണ്. ഇതേ സമയം തന്നെ ലോകവും മാറിയിരുന്നു. ആധുനിക ലോകത്തിന്റെ ഗതി നിർണയിച്ച 3 സാങ്കേതിക ശക്തികൾ ഒത്തുചേർന്നു. ഇലക്ട്രിക് മോട്ടോറുകൾ ചെറുതും ഭാരം കുറഞ്ഞതുമായി മാറി. ബാറ്ററി ടെക്നോളജി മെച്ചപ്പെട്ടു. ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ അതിവേഗം പുരോഗമിച്ചു. പറക്കുന്ന കാറുകൾക്ക് ഇത് അനുയോജ്യമായ സാഹചര്യമാണെന്ന് ലോകമെമ്പാടുമുള്ള ഇന്നൊവേഷൻ ലാബുകൾ തിരിച്ചറിഞ്ഞു. ഇതാണ് EVTOL എന്ന പുതിയ ആശയത്തിന് ജീവൻ നൽകിയത്. ഇവ പരമ്പരാഗതമായ പറക്കും കാറുകളല്ല, മറിച്ച് നഗരങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണ്. EVTOL ആദ്യത്തെ ബ്രേക്ക് ത്രൂ വികസിപ്പിച്ചത് 2009 മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു. ടെറാഫ്യൂജിയ ട്രാൻസിഷൻ എന്നാണ് അവരതിന് പേരിട്ടത്. അവർ ആദ്യ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കി. ഇതിന്റെ ചിറകുകൾ മടക്കി റോഡിലൂടെ ഓടിക്കാനും വിമാനത്താവളത്തിൽ കൊണ്ടുപോയി പറത്താനും കഴിഞ്ഞിരുന്നു. സാങ്കേതികമായി വിജയിച്ച ആദ്യത്തെ പറക്കും കാറായിരുന്നു ടെറാഫ്യൂഗ ട്രാൻസിഷൻ. പുതിയ യുഗമാണ് പിറന്നത്. ഭാവനയേക്കാൾ എഞ്ചിനീയറിംഗ് യാഥാർത്ഥ്യത്തിന് അവർ മുൻഗണന നൽകി. മാധ്യമങ്ങളിലെ വാചകമടിയേക്കാൾ സർട്ടിഫിക്കേഷന് മുൻഗണന കൊടുത്തു. എങ്കിലും പഴയ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറിയില്ല. വലിയ വില, പരിമിതമായ പെർഫോമൻസ്, പൈലറ്റ് ലൈസൻസിന്റെ ആവശ്യകത എന്നിവയെല്ലാം. പറക്കും കാറുകൾ സാധ്യമാണ്, പക്ഷേ അവ എല്ലാവരിലേക്കും എത്തിക്കുക അഥവാ സ്കെയിലബിൾ ആക്കുക പ്രയാസമാണെന്ന് ടെറാഫ്യൂജിയ ട്രാൻസിഷൻ വീണ്ടും തെളിയിച്ചു. എന്നിട്ടും ഒന്നും അവസാനിച്ചില്ല. 2010 യൂറോപ്യൻ കമ്പനിയായ പാൽവി ലിബർട്ടി വികസിപ്പിക്കാൻ തുടങ്ങി. ചിറകുകൾക്ക് പകരം അവർ ഗൈറോകോപ്റ്റർ ഡിസൈനാണ് ഉപയോഗിച്ചത്. ഇത് കൂടുതൽ സുരക്ഷിതവും ലളിതവുമായിരുന്നു. പാൽവി ലിബർട്ടി ആദ്യമേ തന്നെ ചില കഠിനമായ സത്യങ്ങൾ അംഗീകരിച്ചു. ഉടമകൾക്ക് പൈലറ്റ് പരിശീലനം വേണം, ടേക്ക് ഓഫിന് സ്ഥലം വേണം. ഇതൊരിക്കലും കാറുകൾക്ക് പകരമാകില്ല. പ്രതീക്ഷകൾ പരിമിതപ്പെടുത്തിയാൽ പറക്കും വാഹനങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് ലിബർട്ടി കാണിച്ചു തന്നു. ഈ പറക്കും കാറും ഇനിയും ഉൽപ്പാദന ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. 2010കളുടെ തുടക്കമായപ്പോഴേക്കും പറക്കുന്ന കാറുകൾ എന്ന ആശയം ഉടലെടുത്തിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരുന്നു. ഡിസൈനർമാർ വീണ്ടും വീണ്ടും രൂപരേഖകൾ തയ്യാറാക്കി. എഞ്ചിനീയർമാർ അവ നിർമ്മിക്കാൻ ശ്രമിച്ചു. സയൻസ് ഫിക്ഷൻ കഥകൾ വീണ്ടും വീണ്ടും അത് വാഗ്ദാനം ചെയ്തു. ഈ കാലം കൊണ്ട് ഭാവനയ്ക്കൊരു മാറ്റവും ഉണ്ടായില്ല. അത് കൂടുതൽ വന്യമായി തുടർന്നു. എന്നാൽ ടെക്നോളജി, ഫണ്ടിംഗ്, വേഗത എന്നിവ മാറി. അത് കൂടുതൽ മികച്ച റിസൾട്ടുകൾ ആവശ്യപ്പെട്ടു. 2011 പോൾ മോളർ തന്റെ മോളർ സ്കൈകാർ M400 ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഈ വാഹനം പുതിയതായിരുന്നില്ല. 1980കൾ മുതൽ മോളർ ഇതിന്റെ വിവിധ പതിപ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സ്കൈകാർ M400 തുറന്ന പ്രൊപ്പല്ലറുകൾക്ക് പകരം ഡക്റ്റഡ് ഫാൻസ് ആണ് ഉപയോഗിച്ചത്. ഈ ഡിസൈൻ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്, സുരക്ഷ, കോമ്പാക്ട്നെസ് എന്നിവയിൽ മികച്ചതായിരുന്നു. ആ വർഷം സ്കൈകാർ ഒരു ടെതേർഡ് ഹോവർ ടെസ്റ്റിലൂടെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്താണ് ടെതേർഡ് ഹോവർ ടെസ്റ്റ്? അതായത് ഈ വാഹനം ഒരിക്കലും സ്വതന്ത്രമായ അൺടെതേർഡ് ഫ്ലൈറ്റ് നടത്തിയില്ല. നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷാ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചായിരുന്നു പ്രദർശന പറക്കലെല്ലാം. പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾക്കും ദശലക്ഷക്കണക്കിന് ഡോളർ കത്തിച്ചു കളഞ്ഞിട്ടും യഥാർത്ഥ സാഹചര്യങ്ങളിൽ സ്വയം തെളിയിക്കാൻ സ്കൈകാറിന് കഴിഞ്ഞില്ല. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: പറക്കുന്ന കാറുകൾ പരാജയപ്പെടുന്നത് പരിശ്രമത്തിന്റെ കുറവുകൊണ്ടല്ല, മറിച്ച് അതിന്റെ എഞ്ചിനീയറിംഗ് പ്രോബ്ലം അങ്ങേയറ്റം കഠിനമായതുകൊണ്ടാണ്. ഇതെല്ലാം പരിഹരിക്കാൻ കരുത്തുള്ള ഒരു കൂട്ടർ ലോകത്തുണ്ട്: സിലിക്കൺ വാലി. 2013 സിലിക്കൺ വാലിയിലെ നിക്ഷേപകരും ഇന്നൊവേഷൻ ലാബുകളും പറക്കും കാറുകളിൽ കണ്ണുവയ്ക്കുന്നത്. 2013 ഗൂഗിളിന്റെ സഹസ്ഥാപകനായ ലാരി പേജ് ഏവിയേഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് രഹസ്യമായി ധനസഹായം നൽകാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു Z.Aero, പിന്നീട് വന്ന കിറ്റി ഹോക്ക് എന്നിവ. സിലിക്കൺ വാലിയും നാസയും ഒരുമിച്ച് കളത്തിലിറങ്ങിയതോടെ കളികളമാകെ മാറി. നാസ അപ്പോഴേക്കും അന്യഗ്രഹങ്ങളിൽ പര്യവേക്ഷണം നടത്താനുള്ള ഫ്ലൈയിങ് കാറുകളിലേക്ക് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു. എന്തായാലും സിലിക്കൺ വാലി കൂടി എത്തിയതോടെ അതുവരെ പറക്കുന്ന കാറുകൾക്ക് പിന്നിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ഇൻഡിപെൻഡന്റ് ഇൻവെന്റേഴ്സ്, ചെറിയ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പുകൾ, മിലിറ്ററി അല്ലെങ്കിൽ സർക്കാർ ഗവേഷണ പ്രൊജക്ടുകൾ എന്നിവരുടെ റോൾ നഷ്ടമായി. മില്യൺ കണക്കിന് നിക്ഷേപം ഒഴുകാൻ ആരംഭിച്ചു. ലാരി പേജ് ഒരു കൗതുകത്തിന് വേണ്ടിയല്ല പറക്കുന്ന കാറുകൾക്ക് പിന്നാലെ പോയത്. അദ്ദേഹത്തിന്റെ താല്പര്യം തികച്ചും പ്രായോഗികമായിരുന്നു. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ, ഓട്ടോണോമസ് കൺട്രോൾ സിസ്റ്റംസ്, സ്കെയിലബിൾ മാനുഫാക്ചറിംഗ്, സോഫ്റ്റ്വെയർ ഡ്രിവൺ ഏവിയേഷൻ എന്നിവയെല്ലാം അദ്ദേഹം ലക്ഷ്യം വെച്ചു. ഇതൊരു നിർണായക സൂചനയായിരുന്നു. ആധുനിക കമ്പ്യൂട്ടിങ്ങിനും ഇലക്ട്രിക് മോട്ടോറുകൾക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും മാത്രമായി പരിഹരിക്കാൻ കഴിയാത്ത ഏവിയേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ലാരി പേജ് കണ്ടു. ഈ പ്രൊജക്റ്റുകൾ രഹസ്യമായിരുന്നെങ്കിലും അവയുടെ സ്വാധീനം വളരെ വലുതാണ്. അന്നും ഇന്നും പറക്കുന്ന കാറുകളെ, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അർബൻ എയർ മൊബിലിറ്റിയെ, ഒരു സങ്കല്പത്തിന് പകരം ഗൗരവകരമായ ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനായി ലോകം അംഗീകരിക്കാൻ തുടങ്ങി. 2014 മറ്റൊരു വലിയ കളിക്കാരനെത്തി.
ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനികളിലൊന്നായ എയർബസ് തങ്ങളുടെ പ്രൊജക്ട് വാഹനം പുറത്തിറക്കി. അതെ, ഒരു ഇന്ത്യൻ പേര്. സംസ്കൃതത്തിൽ ഓട്ടോമോട്ടീവിന് പറയുന്ന വാഹന എന്ന പേരാണ് എയർബസ് അവരുടെ പറക്കും കാറിന് നൽകിയത്. പരമ്പരാഗത അർത്ഥത്തിൽ ഒരു ഫ്ലൈയിങ് കാർ എന്ന നിലയിലല്ല വാഹന വിപണനം ചെയ്യപ്പെട്ടത്. എയർബസ് അതിനെ ഓട്ടോണോമസ് സിംഗിൾ പാസഞ്ചർ ഇലക്ട്രിക് VTOL എയർ ടാക്സി എന്ന് വിളിച്ചു. ഈ വേർതിരിവിന് കാരണമുണ്ട്. എയർബസ് കാറുകൾക്ക് ചിറകുകൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചില്ല. പകരം നഗരങ്ങൾക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെറിയ ഇലക്ട്രിക് വിമാനങ്ങളാണ് അവർ നിർമ്മിച്ചത്. ഇതൊരു വലിയ കാൽവെപ്പായിരുന്നു. വാഹനം കൃത്യമായി പറന്നു, നല്ല സ്റ്റെബിലിറ്റി നൽകി, അപകടങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറി. ഏത് സാഹചര്യത്തിലും പറത്താവുന്ന സുരക്ഷിതമായ ഒരു പറക്കും കാർ ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിച്ചു. ഒരു വലിയ റോട്ടോറിന് പകരം ഒന്നിലധികം റോട്ടോറുകൾ വാഹനയ്ക്കുണ്ടായിരുന്നു. അത് റിഡൻഡൻസി ഉറപ്പ് നൽകി. ഒരു മോട്ടോർ പരാജയപ്പെട്ടാലും അടുത്ത മോട്ടോർ ആ പ്രശ്നം പരിഹരിക്കും. ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കുറഞ്ഞ ശബ്ദവും ലളിതമായ മെക്കാനിക്കൽ സിസ്റ്റങ്ങളുമാണ്. ഇന്നും വാഹനയിൽ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. ലോകം വിശ്വസിക്കുന്നത് എയർബസ് തന്നെയാകും ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സർട്ടിഫിക്കേഷനുള്ള പറക്കും കാർ പുറത്തിറക്കുക എന്ന് തന്നെയാണ്. ഇതിനിടെ ഇന്ന് ലോകത്തിൽ ഏറ്റവും മികച്ച ഫ്ലൈയിങ് കാർ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ജോബി ഏവിയേഷൻ 2015 തങ്ങളുടെ R&D വിഭാഗം വിപുലീകരിച്ചു. അടുത്ത വർഷം അവർ ആദ്യത്തെ പറക്കും കാർ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു. ജോബിയുടെ VTOL ഡിസൈൻ നിശബ്ദവും മനോഹരവും അർബൻ യൂസേജിനായി കൃത്യമായി എഞ്ചിനീയറിംഗ് ചെയ്തതുമായിരുന്നു. കൊമേഴ്സ്യൽ എയർ ടാക്സി ഉപയോഗത്തിന് ഒന്നാം തരം, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ആവശ്യമില്ലാത്ത ഒന്ന്. ടയോട്ടയാണ് ജോബിയെ ഈ സമ്പൂർണ്ണ പറക്കും കാർ നിർമ്മാണത്തിന് സഹായിച്ചത്. നാസയും ജോബിയുടെ പരീക്ഷണങ്ങളിൽ പങ്കുചേർന്നു. പ്രമുഖ വിമാന കമ്പനികളുമായും ജോബിക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. പറക്കുന്ന വാഹനങ്ങൾ ഇനി വെറും പരീക്ഷണ കളിപ്പാട്ടങ്ങളല്ല, അവ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ച ശേഷം ജോബിയും ടൊയോട്ടയും അവകാശപ്പെട്ടത്. ഇതെല്ലാം കണ്ട ഊബറിന് വെറുതെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. 2016 ഊബർ അപ്രതീക്ഷിതമായി ഒന്ന് ചെയ്തു. അവർ ഒരു പുതിയ കാർ വിമാനം പുറത്തിറക്കിയില്ല, പകരം ഒരു വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. യൂബർ എലിവേറ്റ് വൈറ്റ് പേപ്പർ അർബൻ എയർ മൊബിലിറ്റിയെക്കുറിച്ചുള്ള പൂർണ്ണമായ കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. റൈഡ് ഹെയിലിംഗ് ആപ്പുകളുമായി സംയോജിപ്പിച്ച എയർ ടാക്സികൾ, വേർട്ടിപോർട്ട്സ് എന്ന് വിളിക്കുന്ന നിശ്ചിത ടേക്ക് ഓഫ് ലാൻഡിംഗ് കേന്ദ്രങ്ങൾ, നഗരങ്ങൾക്കുള്ളിലെ ഹ്രസ്വദൂര വിമാനയാത്രകൾ, പ്രീമിയം റൈഡ് ഷെയറിങ്ങിന് സമാനമായ നിരക്ക്, ഇങ്ങനെയെല്ലാം അതിലുണ്ടായിരുന്നു. അതായത് പറക്കും കാറുകൾ യാഥാർത്ഥ്യമാവുകയാണ്. നിങ്ങൾക്ക് ഊബറിലൂടെ ആ റൈഡിംഗ് അനുഭവം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന പ്രഖ്യാപനം. ഊബറിന്റെ ധവളപത്രം സ്റ്റാർട്ടപ്പുകളെ മാത്രമല്ല പ്രചോദിപ്പിച്ചത്, മുഴുവൻ വ്യവസായത്തെയും അതുണർത്തി. പെട്ടെന്ന് സിറ്റി പ്ലാനർമാർ വേർട്ടിപോർട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഏവിയേഷൻ റെഗുലേറ്റർമാർ VTOLകളെ ഗൗരവമായി എടുത്തു. നിക്ഷേപകർ സേവനത്തിൽ അധിഷ്ഠിതമായ ഒരു ബിസിനസ് മോഡൽ കണ്ടു. ഊബർ ഒരു കാര്യം വ്യക്തമാക്കി: പറക്കുന്ന കാറുകൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളായി വിജയിച്ചേക്കില്ല, എന്നാൽ അവ ഗതാഗത സേവനങ്ങളായി വിജയിച്ചേക്കാം. 2016 തന്നെ ലിലിയം എന്ന ജർമ്മൻ സ്റ്റാർട്ടപ്പ് വ്യത്യസ്തമായ മറ്റൊന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. വലിയ റോട്ടോറുകൾക്ക് പകരം ലിലിയം അവരുടെ കാറിന്റെ ചിറകുകളിൽ ഘടിപ്പിച്ച ഡസൻ കണക്കിന് ചെറിയ ഡക്റ്റഡ് ഇലക്ട്രിക് ഫാൻസ് ആണ് ഉപയോഗിച്ചത്. ഇതുമൂലം ഉയർന്ന ക്രൂയിസ് സ്പീഡ്സ്, മികച്ച എയറോഡൈനാമിക്സ്, കൂടുതൽ റേഞ്ച് എന്നിവ കിട്ടി. ലിലിയം ഉണ്ടാക്കിയത് പറക്കുന്ന കാറോ ഓടുന്ന വിമാനമോ അല്ല, മറിച്ച് ലംബമായി പറന്നുയരാൻ കഴിയുന്ന ഒരു ചെറിയ ജെറ്റ് പോലെയായിരുന്നു അവരുടെ പറക്കും വാഹനം. ഇതിനും വെല്ലുവിളികളുണ്ടായിരുന്നു: ഭീമമായ എഞ്ചിനീയറിംഗ് കോംപ്ലക്സിറ്റി, ഉയർന്ന പവർ ഡിമാൻഡ്സ്, കൂടുതൽ സർട്ടിഫിക്കേഷൻ ബുദ്ധിമുട്ടുകൾ എന്നിവ. അടുത്ത വർഷം, അതായത് 2017 വോളോകോപ്റ്റർ ദുബായിൽ പറക്കുന്നത്. വോളോകോപ്റ്റർ കമ്പനി തങ്ങളുടെ മൾട്ടി റോട്ടർ VTOL ദുബായിൽ ഒരു യാത്രക്കാരനെയും വഹിച്ചാണ് വിജയകരമായി ഓടിയതും പിന്നെ പറന്നതും. ഇതൊരു സിമുലേഷൻ ആയിരുന്നില്ല, ടെസ്റ്റ് ആയിരുന്നില്ല, ഒരു ലാബ് പരീക്ഷണവുമല്ല. ദുബായ് ഇതിനനുയോജ്യമായ പരീക്ഷണശാലയായിരുന്നു. പിന്തുണ നൽകുന്ന സർക്കാർ, തുറന്ന വ്യോമാതിർത്തി, ഭാവി സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമായി മാറാനുള്ള അവരുടെ താല്പര്യം എന്നിവയായിരുന്നു കാരണം. വോളോകോപ്റ്ററിൻ്റേത് മിനിമലിസ്റ്റിക് ഡിസൈനാണ്. കുറഞ്ഞ വേഗത, കുറഞ്ഞ ദൂരം, എന്നാൽ സുരക്ഷയ്ക്കും ലാളിത്യത്തിനും മുൻഗണന. ഈ പറക്കൽ ആഗോളതലത്തിൽ വാർത്തയായി. പറക്കുന്ന കാറുകൾ വെറും പ്രോട്ടോടൈപ്പുകൾ മാത്രമല്ല, അവ ശരിക്കും പറക്കുന്നുണ്ടെന്ന് വോളോകോപ്റ്റർ ദുബായിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു. 2018 ആയപ്പോഴേക്കും ഈ മേഖല അവഗണിക്കാൻ കഴിയാത്ത വിധം ഗൗരവമുള്ളതായി. ബോയിങ് അറോറ ഫ്ലൈറ്റ് സയൻസസിനെ ഏറ്റെടുത്തു. താമസിയാതെ ബോയിങ് തങ്ങളുടെ പാസഞ്ചർ എയർ വെഹിക്കിൾ അഥവാ PAV പ്രോട്ടോടൈപ്പ് പുറത്തിറക്കി. 2018 തന്നെ റോഡിലൂടെ ഓടിക്കാവുന്ന പറക്കും കാറായ എയ്റോമൊബൈൽ 4 പ്രോട്ടോടൈപ്പ് ഒരു പരീക്ഷണ പറക്കലിനിടെ തകർന്നു. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിലും പറക്കുന്ന കാറുകളുടെ പരാജയം വീണ്ടും വാർത്തയായി. ഓരോ പരാജയവും ചെലവേറിയതും അപകടകരവുമാണ്. സർട്ടിഫിക്കേഷന് വർഷങ്ങളെടുക്കും, റെഗുലേറ്റർമാർ പതുക്കെ നീങ്ങും, പൊതുജന വിശ്വാസം ദുർബലമാകും. 2019 ഹ്യുണ്ടായി തങ്ങളുടെ അർബൻ എയർ മൊബിലിറ്റി പ്ലാനുകൾ പ്രഖ്യാപിച്ചു. അതേ വർഷം തന്നെ ലോകത്തിൽ ആദ്യമായി ഏറ്റവും പ്രാക്ടിക്കലായ പറക്കും കാറുകൾ ഉണ്ടാക്കിയ ടെറാഫ്യൂജയെ വോൾവോയുടെ ഉടമകളായ ഗീലി ഏറ്റെടുത്തു.
പാൽവി ലിബർട്ടി അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കി. ഇതിൽ പാൽവി പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു, കാരണം അതൊരു ഗൈറോപ്ലെയിനാണ്. അതിനിപ്പോൾ റോഡിലൂടെ ഓടിക്കാനും ആകാശത്ത് പറപ്പിക്കാനും അമേരിക്കയുടെ അനുമതിയുണ്ട്. പറക്കുന്ന കാറുകൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് പാൽവിയാണ്. 2020 പറക്കും കാറുകൾ ഉടനെ റോഡിലെത്തുമെന്ന് അമേരിക്കയിലെയും യൂറോപ്പിലെയും സർക്കാരുകൾ തന്നെ പ്രഖ്യാപിച്ചു. US-ലെ FAAയും യൂറോപ്പിലെ EASAയും eVTOL വിമാനങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നൽകാനായി സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്ഥാപിച്ചു. ആദ്യമായി പറക്കുന്ന വാഹനങ്ങൾക്ക് ഒന്നാം ലോക രാജ്യങ്ങളിൽ വ്യക്തമായ ലീഗൽ റോഡ് മാപ്പ് ലഭിച്ചു. എന്നാൽ സർട്ടിഫിക്കേഷൻ എന്നാൽ വർഷങ്ങളോളം നീളുന്ന ടെസ്റ്റിംഗ്, വലിയ ചിലവ്, കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ കൂടിയാണ്. ഇത് അതിശയോക്തികളെ ഒഴിവാക്കുകയും ക്ഷമയോടെ കാത്തിരുന്നവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. COVID-19 മഹാമാരി വിതരണ ശൃംഖലകളെയും ടെസ്റ്റിംഗ് ഷെഡ്യൂളുകളെയും ഫണ്ടിങ്ങിനെയും ബാധിച്ചു. അക്കാലത്ത് കോണ്ടാക്ട്ലെസ് ലോജിസ്റ്റിക്സിനുള്ള ആവശ്യകതയും വർദ്ധിച്ചപ്പോൾ പറക്കുന്ന കാറുകളുടെ മെച്ചം ലോകം കണ്ടു. പറക്കുന്ന കാറുകൾ യാത്രക്കാർക്ക് വേണ്ടി മാത്രമല്ല, ചരക്ക് നീക്കത്തിനും മരുന്നുകൾ എത്തിക്കാനും അടിയന്തര സേവനങ്ങൾക്കും വേണ്ടി പറന്നു. 2021 ജോബി ഏവിയേഷൻ കമ്പനി ഒരു ഫ്ലൈയിങ് കാർ കമ്പനിയും ഇതുവരെ ചെയ്യാത്ത വലിയൊരു കാര്യം ചെയ്തു. അവർ ഒരു SPAC മെർജർ വഴി പബ്ലിക് ലിസ്റ്റിംഗ് നടത്തി. $1 ബില്യൺ സമാഹരിച്ചു. പണത്തേക്കാൾ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയായിരുന്നു അത്. ജോബി സ്വയം അവതരിപ്പിച്ചത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിലിക്കൺ വാലി ടോയ് കമ്പനിയായല്ല, പകരം ബോയിങ്ങിനോട് സാമ്യമുള്ള നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറർ എന്ന നിലയിലാണ്. ജോബിയുടെ എയർക്രാഫ്റ്റ് പരമ്പരാഗതമായ അർത്ഥത്തിൽ കാർ ആയിരുന്നില്ല. അതിന് റോഡിലൂടെ ഓടാൻ കഴിയില്ല. പകരം അതൊരു ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എയർക്രാഫ്റ്റാണ് eVTOL. നഗരങ്ങളിലെ ഹ്രസ്വദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത ഒന്ന്. 5 യാത്രക്കാർ, ഒരു പൈലറ്റ്, 6 ടിൽറ്റിംഗ് പ്രൊപ്പല്ലറുകൾ, പൂർണ്ണമായും ഇലക്ട്രിക്. അതും അമേരിക്കയിൽ എവിടെയും കൊമേഴ്സ്യലായി പറപ്പിക്കാമെന്ന സർട്ടിഫിക്കറ്റോടെ. ലോകം ജോബി കമ്പനിയോട് ചോദിച്ചു, നിങ്ങൾ അടുത്ത വർഷം ഈ കാർ ന്യൂയോർക്കിലോ ചിക്കാഗോയിലോ അറ്റ്ലാന്റയിലോ പറപ്പിക്കുമോ? അവർ പറഞ്ഞത് അതിന് ഇനിയും സമയമെടുക്കുമെന്നാണ്. ആ സത്യസന്ധതയ്ക്ക് വലിയ വിലയുണ്ട്. ജോബി ഏവിയേഷൻ കമ്പനി സമാഹരിച്ച $1 ബില്യൺ മാസ് പ്രൊഡക്ഷന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല. പകരം സർട്ടിഫിക്കേഷൻ പേപ്പർ വർക്കുകൾക്കും സേഫ്റ്റി ടെസ്റ്റിംഗിനും റിഡൻഡൻസി സിസ്റ്റങ്ങൾക്കും റെഗുലേറ്ററി കംപ്ലൈൻസിനും വേണ്ടി ചിലവാക്കി. അതായത് നിയമപരമായി പറക്കാൻ സാധിക്കുമോ എന്ന് തീരുമാനിക്കുന്ന മന്ദഗതിയിലുള്ള പ്രക്രിയകൾക്ക്. 2021 തന്നെ ആർച്ചർ ഏവിയേഷൻ കമ്പനി തങ്ങളുടെ മേക്കർ എന്ന eVTOL പുറത്തിറക്കുകയും SPAC വഴി പബ്ലിക് ലിസ്റ്റിംഗ് നടത്തുകയും ചെയ്തു. ഇവിടെയും പ്രധാനം എയർക്രാഫ്റ്റ് ആയിരുന്നില്ല, മറിച്ച് രൂപപ്പെട്ടു വരുന്നൊരു മത്സരമായിരുന്നു. 2 കമ്പനികൾ, 2 SPACകൾ, ശതകോടിക്കണക്കിന് $, ഒരേ ലക്ഷ്യം, ആദ്യം സർട്ടിഫിക്കേഷൻ നേടുക. ആർച്ചർ ലക്ഷ്യം വെച്ചത് മറ്റൊരു മാർക്കറ്റാണ്. പറക്കുന്ന കാറുകൾ സാധാരണ കാറുകൾക്ക് പകരമാവില്ല, അവ ഹെലികോപ്റ്ററുകൾക്ക് പകരമായിരിക്കും. വിമാനത്താവളങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും ബിസിനസ് ഡിസ്ട്രിക്റ്റുകളിലേക്കുമുള്ള പ്രീമിയം യാത്രകൾക്കുള്ളവ. അർബൻ എയർ മൊബിലിറ്റി ആസ് എ സർവീസ് എന്ന സങ്കല്പം. പറക്കുന്ന കാറുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് 2022 മുതൽ പണത്തിന് ഒരു മുട്ടും വന്നിട്ടില്ല. 2022 ജോബി 135 വിമാനങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷൻ ടെസ്റ്റിംഗ് പൂർത്തിയാക്കി. മോട്ടോർ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ബാറ്ററി പെർഫോമൻസ് എത്ര കാലം കൊണ്ട് കുറയും? കാറ്റിലും മഴയിലും എയർക്രാഫ്റ്റ് എങ്ങനെ പ്രവർത്തിക്കും തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങൾക്ക് ഡാറ്റ ശേഖരിക്കാനായിരുന്നു ഈ യാത്രകൾ. ഏവിയേഷൻ റെഗുലേറ്റർമാർക്ക് ഇന്നൊവേഷനേക്കാൾ പ്രധാനം സുരക്ഷയാണ്. തങ്ങളുടെ വിമാനം വാണിജ്യാടിസ്ഥാനത്തിൽ സുരക്ഷിതമാണെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ ബോധ്യപ്പെടുത്താനാണ് ജോബി ശ്രമിച്ചത്. പറക്കുന്ന കാറുകളുടെ ശക്തി അതിന്റെ ബാറ്ററിയാണ്. മികച്ച ബാറ്ററികൾക്ക് വേണ്ടി കമ്പനികൾ അന്വേഷണം തുടർന്നു. ഇതിനിടെ ബീറ്റ ടെക്നോളജീസ് എന്ന കമ്പനി ബാറ്ററി ചാർജിംഗ് സിസ്റ്റത്തിന് FAA സർട്ടിഫിക്കേഷൻ നേടി. ഹൈ കപ്പാസിറ്റി ഫാസ്റ്റ് ചാർജറുകളും സുരക്ഷിതമായ ഇൻസ്റ്റലേഷനുകളും ഇതോടെ സാധ്യമായി. ഇവിടേക്കാണ് ചൈന വന്നത്. 2010 മുതൽ അവർ കളത്തിലുണ്ടെങ്കിലും അവരുടെ കളി മുഖ്യധാരയിൽ നിന്നും മാറിയായിരുന്നു. തങ്ങൾ ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറുകൾ വികസിപ്പിച്ച് കഴിഞ്ഞുവെന്ന് ബോധ്യപ്പെട്ട ചൈനീസ് കമ്പനികൾ പുതിയ പറക്കുന്ന കളിപ്പാട്ടങ്ങളുടെ പിറകെയായി. ചൈനീസ് കമ്പനിയായ എക്സ്പെങ് എയ്റോ HT റോഡിലൂടെ ഓടിക്കാവുന്നതും പിന്നീട് ആകാശത്തേക്ക് പറന്നുയരാവുന്നതുമായ ഒരു ഫ്ലൈയിങ് മൊഡ്യൂൾ വികസിപ്പിച്ചു. പാശ്ചാത്യ കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി പറക്കലും ഡ്രൈവിംഗും ഒരേ വാഹനത്തിൽ വേണമെന്ന് ചൈനീസ് കമ്പനികൾ വിശ്വസിച്ചു. ചൈനീസ് സഹായത്തോടെ 2023 കാലിഫോർണിയയിലെ അലെഫ് എയറോനോട്ടിക്സ് തങ്ങളുടെ മോഡൽ A ലോഞ്ച് ചെയ്തു. ഇത് റോഡിലൂടെ ഓടിക്കാനും വശങ്ങളിലേക്ക് പറക്കാനും കഴിയുന്ന ഒന്നായിരുന്നു. മോഡൽ Aക്ക് FAAയിൽ നിന്ന് ഫ്ലൈറ്റ് ടെസ്റ്റിങ്ങിനുള്ള അനുമതിയും ലഭിച്ചു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് സൂപ്പർ പ്യൂമ ഹെലികോപ്റ്ററുകളുടെ വരവ്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി എന്ന EASA സൂപ്പർ പ്യൂമ ഹെലികോപ്റ്ററിന് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഫ്ലൈറ്റിനുള്ള സർട്ടിഫിക്കേഷൻ നൽകി. പറക്കുന്ന കാറുകൾ ഭാവിയിൽ പൈലറ്റുമാരില്ലാതെ പ്രവർത്തിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരുന്നു ഇത്. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചു. 2023 ആർച്ചർ ഏവിയേഷനും യുണൈറ്റഡ് എയർലൈൻസും ചേർന്ന് ചിക്കാഗോയിൽ ഒരു കൊമേഴ്സ്യൽ എയർ ടാക്സി റൂട്ട് പ്രഖ്യാപിച്ചു. പ്രീമിയം യാത്രക്കാരുടെ സമയം ലാഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പറക്കുന്ന വാഹനങ്ങൾ അവയുടെ ആദ്യത്തെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കണ്ടെത്തിയതിന്റെ സൂചന. നൂറ്റാണ്ടുകാലം കോടിക്കണക്കിന് $, ചിലവാക്കിയിട്ട്
അവസാനം ലഭിച്ച പ്രതിഫലത്തിന്റെ ആദ്യ അടയാളം. എയർ ടാക്സി റൂട്ടുകളുടെ വരവോടെ ജോബിയും ആർച്ചറും തങ്ങളുടെ ആദ്യ പ്രൊഡക്ഷൻ ലൈനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഒരു പറക്കുന്ന കാർ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗിൽ നിന്ന് നൂറുകണക്കിന് സമാനമായ കാറുകൾ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിനിലേക്ക് കാര്യങ്ങൾ മാറി. പറക്കുന്ന കാറുകൾ വരുമ്പോൾ മിനി എയർപോർട്ടുകളും വേണം. അതിന് ലോകം കണ്ടെത്തിയ പരിഹാരമാണ് വേർട്ടിപോർട്സ്. ഇവ വെറും കെട്ടിടങ്ങളുടെ മുകളിലെ ലാൻഡിംഗ് ഏരിയകളല്ല, പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത അർബൻ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളാണ്. വെർട്ടിക്കൽ എയർക്രാഫ്റ്റുകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, യാത്രക്കാരുടെ ഒഴുക്ക് നിയന്ത്രിക്കുക, ശബ്ദവും സുരക്ഷാ മേഖലകളും നിയന്ത്രിക്കുക, റോഡ് ഗതാഗതവുമായി ബന്ധിപ്പിക്കുക എന്നിവയെല്ലാമാണ് വേർട്ടിപോർട്ടുകളുടെ ഉദ്ദേശം. 2024 ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ നഗരങ്ങൾ ചർച്ചകളിൽ നിന്ന് സജീവമായി വേർട്ടിപോർട്ടുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. ദുബായിലും ലോസ് ഏഞ്ചൽസിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ജോബി ഏവിയേഷന്റെയും ടൊയോട്ടയുടെയും കാറുകൾ ഉപയോഗിച്ചാണ് ട്രയൽ റൺ. ഈ നഗരങ്ങൾ ഇതിനകം തന്നെ വലിയ ഹെലികോപ്റ്റർ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ റെഗുലേറ്ററി ഫ്ലെക്സിബിലിറ്റിയുമുണ്ട്. ഇത് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. എയർപോർട്ട് ട്രാൻസ്ഫേഴ്സ്, VIP ട്രാൻസ്പോർട്ട്, ഡെമോൺസ്ട്രേഷൻ സർവീസസ് എന്നിവയ്ക്കാണ് നിലവിൽ ദുബായിലും ലോസ് ഏഞ്ചൽസിലും പറക്കും കാറുകളുള്ളത്. ഇനി ഭാവിയിലേക്ക് നോക്കാം. 2028 മുതൽ 2030 വരെയുള്ള കാലവും അതിനുശേഷവും. 2028ഓടെ ഫ്ലൈയിങ് വെഹിക്കിൾസിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഓട്ടോണമി ആയിരിക്കും. ഇന്നത്തെ ഫ്ലൈയിങ് കാറുകൾക്ക് മികച്ച പരിശീലനം ലഭിച്ച പൈലറ്റ് വേണം. ഇതിനുള്ള പരിശീലനത്തിന് വർഷങ്ങളെടുക്കും, ലക്ഷങ്ങളോ കോടികളോ ചിലവാകും. ഇതിനുള്ള പരിഹാരം പൈലറ്റുമാരെ പൂർണ്ണമായും ഒഴിവാക്കലല്ല, മറിച്ച് വിമാനം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സ്കിൽ കുറയ്ക്കുകയാണ്. ഇവിടെയാണ് ഓട്ടോണോമസ് ഫ്ലൈറ്റ് സിസ്റ്റംസ് വരുന്നത്. ആദ്യകാല EVTOLകളിൽ പൈലറ്റുമാർ ഉണ്ടാകും, എന്നാൽ അവർ നേരിട്ട് പറത്തുന്നതിന് പകരം സിസ്റ്റം സൂപ്പർവൈസർമാരായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ടേക്ക് ഓഫ് സ്റ്റെബിലൈസേഷൻ, റോഡ് ഫോളോവിംഗ്, കൊല്യൂഷൻ അവോയ്ഡൻസ്, ലാൻഡിംഗ് അസിസ്റ്റൻസ് എന്നിവ വിമാനം തന്നെ കൈകാര്യം ചെയ്യും. ഇതിനെ ഇന്നത്തെ കാറുകളിലെ ADAS, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസിന് തുല്യമായി കണക്കാക്കാം. ഇവിടെ ഓട്ടോണമി എന്നത് മനുഷ്യരെ ഒഴിവാക്കാനല്ല, മറിച്ച് വിമാനാപകടങ്ങളുടെ പ്രധാന കാരണമായ ഹ്യൂമൻ എറർ ഒഴിവാക്കാനാണ്. 2028ഓടെ ഫ്ലൈറ്റ് കൺട്രോൾ പൂർണ്ണമായും സോഫ്റ്റ്വെയർ ഡ്രിവൻ ആകും. പൈലറ്റിന്റെ ജോലിഭാരം ഗണ്യമായി കുറയും, പരിശീലന സമയം കുറയും, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയും. സാങ്കേതികവിദ്യയേക്കാൾ ചിലവാണ് ഫ്ലൈയിങ് കാർസിന്റെ മുന്നിലുള്ള വലിയ തടസ്സം. സിസ്റ്റം എത്രത്തോളം ഓട്ടോണമസ് ആകുന്നുവോ അത്രയും കുറഞ്ഞ പൈലറ്റുമാർ മതിയാകും. ഇത് ബിസിനസ് മോഡലിനെ കൂടുതൽ ലാഭകരമാക്കും. വാർത്തകളിൽ കാണുന്നത് പോലെ പൈലറ്റില്ലാത്ത വിമാനങ്ങൾ പെട്ടെന്ന് വരില്ല. റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതും നഗരത്തിന് മുകളിലൂടെ പറക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആകാശത്ത് പരാജയങ്ങൾ സംഭവിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. അപകടങ്ങളോട് ജനങ്ങൾക്കുള്ള സഹിഷ്ണുത വളരെ കുറവാണ്. ഒരു ചെറിയ അപകടം പോലും ഈ ഇൻഡസ്ട്രിയെ വർഷങ്ങൾ പിന്നോട്ടടിയും. അതിനാൽ കമ്പനികൾ ഘട്ടം ഘട്ടമായുള്ള രീതിയായിരിക്കും സ്വീകരിക്കുക. പൈലറ്റ് വിമാനത്തിലുണ്ടാകും, ഫുൾ ഓട്ടോണമി അസിസ്റ്റൻസ് ലഭിക്കും. നിയന്ത്രിത സാഹചര്യങ്ങളിൽ പൈലറ്റ് ഓപ്ഷണലായിരിക്കും. വിമാനത്തിനുള്ളിലെ പൈലറ്റിന് പകരം റിമോട്ട് സൂപ്പർവിഷൻ വരും. അവസാനം പരിമിതമായ രീതിയിൽ ഫുള്ളി ഓട്ടോണമസ് പ്രവർത്തനങ്ങൾ തുടങ്ങും. ഇനി 2030 ഈ സമയമാകുമ്പോഴേക്കും വ്യക്തിഗതമായ സെമി ഓട്ടോണമസ് ഫ്ലൈയിങ് വെഹിക്കിൾസ് പ്രതീക്ഷിക്കാം. എന്നാൽ ഇതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിരിക്കും. ഇവ സാധാരണക്കാർക്കുള്ള ഉൽപ്പന്നങ്ങളായിരിക്കില്ല. അവ വളരെ വില കൂടിയിരിക്കും. കടുപ്പമേറിയ നിയമങ്ങളുണ്ടാകും. നിശ്ചിത വ്യോമപാതകളിൽ മാത്രമേ അനുവദിക്കൂ. കോർപ്പറേറ്റുകൾക്കോ സമ്പന്നർക്കോ മാത്രമേ ഇത് സ്വന്തമാക്കാൻ കഴിയൂ. ഇതിനെ ഒരു കാറിനേക്കാൾ ഉപരി ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്റർ പോലെ കാണാം. കൂടുതൽ ലളിതവും നിശബ്ദവും ഇലക്ട്രിക്കുമായ ഒന്ന്. സങ്കീർണമായ കാര്യങ്ങളിൽ എപ്പോഴും പേഴ്സണൽ ഉടമസ്ഥതയേക്കാൾ ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ വിജയിക്കും. ഫ്ലൈയിങ് കാർസ് വളരെ സങ്കീർണമാണ്. അവയ്ക്ക് കൃത്യമായ മെയിൻ്റനൻസ് ആവശ്യമാണ്. സേഫ്റ്റി ചെക്സ് വേണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആവശ്യമാണ്. എയർ സ്പേസ് പെർമിഷൻസ് വേണം. ഭൂരിഭാഗം ആളുകളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കില്ല. എയർ ടാക്സിസ് ഇതിന് പരിഹാരമാണ്. ഓപ്പറേറ്റർ എല്ലാം കൈകാര്യം ചെയ്യും. യാത്രക്കാരൻ കയറി യാത്ര ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് 2030ഓടെ സ്വകാര്യ ഫ്ലൈയിങ് കാർസിനേക്കാൾ വേഗത്തിൽ എയർ ടാക്സിസ് വളരും. നഗരങ്ങൾ ഷെയർഡ് ഏരിയൽ മൊബിലിറ്റിയെ പിന്തുണയ്ക്കും. ആയിരക്കണക്കിന് വാഹനങ്ങൾ നഗരത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ മനുഷ്യർക്ക് ട്രാഫിക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിനുള്ള പരിഹാരമാണ് UTM എന്ന ഏർബൻ ട്രാഫിക് മാനേജ്മെന്റ്. ഈ സിസ്റ്റം എല്ലാ വാഹനങ്ങളെയും റിയൽ ടൈമായി നിരീക്ഷിക്കും. ഓരോരുത്തർക്കും പറക്കേണ്ട ഉയരം നിശ്ചയിക്കും. അപകടങ്ങൾ ഒഴിവാക്കാൻ റൂട്ടുകൾ മാറ്റും. ഗൂഗിൾ മാപ്സും എയർ ട്രാഫിക് കൺട്രോളും AIയും ചേർന്ന ഒന്നായി ഇതിനെ കാണാം. സുരക്ഷയേക്കാൾ വേഗത്തിൽ ഫ്ലൈയിങ് കാർസിനെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ് ശബ്ദം. ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ പോലും അവയുടെ റോട്ടറികൾ വലിയ ശബ്ദമുണ്ടാക്കും. നഗരവാസികൾ ഈ ശബ്ദത്തെ എതിർത്തേക്കാം. ശബ്ദപരിധി അനുസരിച്ച് ഇവയുടെ പ്രവർത്തന സമയം പരിമിതപ്പെടുത്തിയേക്കാം. ഫ്ലൈയിങ് കാർസ് ഇനിയൊരു മിഥ്യയല്ല, എന്നാൽ അതൊരു വിപ്ലവവുമല്ല. അതൊരു പരിണാമമാണ്. സാവധാനത്തിലുള്ള, ചിലവേറിയ, അതീവ ജാഗ്രതയോടെയുള്ള മാറ്റം. ആകാശം മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു ഭാവി ആയിരിക്കില്ല അത്. പകരം വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന ആകാശയാത്രകളുടെ തുടക്കമായിരിക്കും. ആ ഭാവിക്ക് ഇപ്പോഴേ മണിമുഴങ്ങിക്കഴിഞ്ഞു.